നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പാരീസ് നഗരക്കാഴ്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത് പാരീസ് നഗരക്കാഴ്ചയുടെ ഇടയ്ക്ക് ലഞ്ച് ബ്രേക്കിനായി വാഹനം നിർത്തിയിടത്താണ്. ലഞ്ച് കഴിഞ്ഞ് യാത്ര തുടരുകയാണ്. നമ്മൾ പാലസ് ഡി ലേ കോൺകോർഡ് ചത്വരത്തിൽ നിന്ന് പ്രധാന റോഡിന് പെർപെൻഡിക്കുലറായ റോഡിലൂടെയാണ് യാത്ര ചെയ്തത്. ഇപ്പോൾ ഒരു ഇടർ റോഡിലൂടെ വീണ്ടും തിരിഞ്ഞ് പ്രധാന റോഡിന് പെർപെൻഡിക്കുലറായ മറ്റൊരു റോഡിൽ കയറും. അത് നേരെ ചെന്നെത്തുന്നത് മറ്റൊരു ചത്വരത്തിലേക്കാണ്. പ്രധാന റോഡ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാട്ടിത്തന്നതാണ്. ഗ്രാൻഡ് പാലസിൽ തുടങ്ങി ലെസ് ഇൻവാലിഡ്സ് വരെ എത്തുന്നതാണ് ആ റോഡ്. ആ റോഡിലാണ് പല പല സ്ക്വയറുകളുള്ളത്. ഈ റോഡ് നെറ്റ്വർക്കിന്റെ കാഴ്ച നമുക്ക് ഈഫിൽ ടവറിൽ നിന്ന് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. Grand Hotel. You know, Grand Hotel is where the Indian tycoon, what's his name? Steel magnate. Mittal. Architect who made it, Charles Garnier. He was the architect of Opera House. And on your left is the Museum of Perfumes. See this one. Lakshmi Mittal. His daughter, she got married, and there are a lot of guests in Grand Hotel, and they had booked a chateau, a palace, chateau of Versailles. After 3-4 years, they got divorced. But you have shops all over, you know. You know, we are the highest taxpayers in the world with Denmark. We pay 52% tax. Can you imagine? But the education is absolutely free and compulsory till the age of 16. And medical is free. We have the best medical system as of today. On your left, Tommy Hilfiger, a good brand. On your left, it's a brand. For clothes, of course. Yesterday, did you see the love locks? You know what are love locks? Locks on the you saw that. There is a legend that says if you tie the lock there and you throw the key in the river Seine, you will be with your beloved one forever and ever and ever. Do you believe in this? No. Then people dive in this river Seine to find the key. First they put their locks, and then they go down. Some fools. They are fools. Every second marriage in Paris is a divorce. You know, they made a survey few months back to find out who separates more, people who are married or people who are in live-in relationship. And surprisingly, they found people who are married, they divorce more than people who live in relationship. ഇടതുവശത്ത് കാണുന്നതാണ് ലേ മദലിൻ.
മഗ്ദലന മറിയ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതൊരു കാത്തലിക് പാരിഷ് ചർച്ചാണ്. ഒളിമ്പിക്സിന് മുന്നോടിയായി ഇതും പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തുന്നതിനാൽ അകത്തു കടക്കാൻ കഴിയില്ല. ഇത് നിയോ ക്ലാസിക് ശൈലിയിൽ ആണ് നിർമ്മിച്ചിട്ടുള്ളത്. 1763 ലൂയിസ് 15 ഇവിടെ പള്ളി പണിയാൻ തീരുമാനിക്കുകയും തറക്കല്ലിടുകയും ചെയ്തു. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് പണികൾ നിർത്തിവെക്കേണ്ടി വന്നു. 1789 വരെ നിർമ്മാണം തടസ്സപ്പെട്ടു. തുടർന്ന് നെപ്പോളിയൻ ഭരണം ഏറ്റെടുത്തതിനെ തുടർന്ന് ഇതിൻ്റെ നിർമ്മാണം വീണ്ടും തുടങ്ങുകയും ചെയ്തു. അതേ തുടർന്നാണ് ഇതിൻ്റെ ഡിസൈൻ മാറ്റം വരുത്തി ഈ നിയോ ക്ലാസിക്കൽ ശൈലിയിലേക്ക് മാറിയത്. 1806 ഇതിനെ ടെമ്പിൾ ഓഫ് ദി ഗ്ലോറി ഓഫ് ദി ഗ്രാൻഡ് ആർമി എന്ന പേരിൽ ഒരു മോണുമെൻ്റായി പ്രഖ്യാപിച്ചു. ഡിസൈൻ ചേഞ്ച് ആയതിനാൽ ഫൗണ്ടേഷൻ മുതൽ മാറ്റം വരുത്തിയാണ് ഇന്ന് കാണുന്ന രീതിയിൽ പൂർത്തിയാക്കിയത്. എന്നാൽ തുടക്കത്തിൽ ഉയർത്തിയ പില്ലറുകളും ഫോർട്ടിക്കോയും അതേപടി നിലനിർത്തി. 1814 നെപ്പോളിയന്റെ പതനത്തെ തുടർന്ന് ലൂയി 18 രാജാവാകുകയും മഗ്ദലന മറിയ എന്ന പള്ളി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 1831 ചർച്ച് നിർമ്മാണം ഇന്ന് കാണുന്ന തരത്തിൽ പൂർത്തിയാക്കി. 1842 ജൂലൈ 12 ഇത് ഒരു പള്ളിയായി ഉദ്ഘാടനം ചെയ്തു. ഈ കാണുന്നതാണ് ഇവിടുത്തെ പാർലമെന്റ് മന്ദിരം. 577 എംപിമാരാണ് ഫ്രാൻസിലുള്ളത്. ഇവിടെ പാർലമെന്റ് മന്ദിരത്തിന്റെ തൊട്ടടുത്തുകൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്, ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഇല്ലാതെ. ഇതൊക്കെയാണ് നമ്മൾ പാശ്ചാത്യരിൽ നിന്നും കണ്ടുപഠിക്കേണ്ടത്. Church of Madeleine, but since it's not very clean, you don't see it. Is the Church of Madeleine on the left. I told you 51 pillars. But they have started the renovation. You see there is a difference before and after. After clean, by some massive job, you know. Yeah, in the first line is good, you know. Showcase is good, like behind. നമ്മളിപ്പോൾ ഉള്ളത് ലെസ് ഇൻവാലിഡസ് ഉദ്യാനത്തിലാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഗ്രാൻഡ് പാലസും മറുഭാഗത്ത് മിലിറ്ററി മ്യൂസിയവുമാണ്. അതിൻ്റെ പുറകിലായി ആണ് ലെസ് ഇൻവാലിഡസ് എന്ന നെപ്പോളിയൻ്റെ സ്മൃതി മണ്ഡപമുള്ളത്. നല്ല ഭംഗിയായാണ് ഈ ഉദ്യാനം ഒരുക്കിയിട്ടുള്ളത്. ഈ ഉദ്യാനത്തിലെ പ്രധാന ആകർഷണം ഇവിടുള്ള പുൽത്തകിടികളാണ്. ആ കാണുന്നത് ലെസ് വാലിഡസ് മ്യൂസിയമാണ്, ഒരു മിലിറ്ററി മ്യൂസിയം. മുമ്പ് അതൊരു കൊട്ടാരമായിരുന്നു. അതിന് പുറകിൽ കാണുന്ന ആ സ്വർണ്ണ ഗോപുരമുള്ള കെട്ടിടത്തിലാണ് നെപ്പോളിയന്റെ ഭൗതിക ശരീരമുള്ളത്. നെപ്പോളിയന്റെ കഥ പിന്നീട് പറയാം. ചുറ്റിലുമുള്ളത് പല പല കൊട്ടാരങ്ങളായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇന്ന് പലതും ഹോട്ടലുകളും മ്യൂസിയവും ഒക്കെയാണ്. ആ കാണുന്ന ഗ്ലാസോടുകൂടിയ മേൽക്കൂരയുള്ള കെട്ടിടമാണ് ഗ്രാൻഡ് പാലസ്. 1900 എക്സ്പോയോട് അനുബന്ധിച്ച് ഉണ്ടാക്കിയ കെട്ടിടമാണത്.
1897 ആണ് നിർമ്മാണം ആരംഭിച്ചത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന പാലസ് ഓഫ് ഇൻഡസ്ട്രി എന്ന കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഫ്രാൻസിൽ നടന്നിരുന്ന ഓരോ എക്സ്പോയ്ക്കും മോടി കൂട്ടാൻ കാലാകാലങ്ങളിൽ ഇതുപോലെ നിർമ്മാണങ്ങൾ നടന്നിരുന്നു. ഓരോ എക്സ്പോയ്ക്കും നിർമ്മിക്കുന്ന മോണിമെന്റ്സ് ഫ്രഞ്ച് എക്കണോമിയെ ബാധിക്കുകയും അത് ചർച്ചയാവുകയും ചെയ്തതോടെയാണ് പുനരുപയോഗം കണക്കിലാക്കിയുള്ള ഇത്തരം നിർമ്മിതികളിലേക്ക് ഗവൺമെന്റ് തിരിഞ്ഞത്. ഗ്രാൻഡ് പാലസിന്റെ പ്രധാന കെട്ടിടത്തിന് 240 മീറ്റർ നീളമുണ്ട്. ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു മത്സര വേദി കൂടിയാണ് ഗ്രാൻഡ് പാലസ്. 2010 വേൾഡ് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഇവിടെയാണ്. അതിനുള്ളിൽ ഒരു മേജർ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഇപ്പോൾ 2021 മുതൽ ഗ്രാൻഡ് പാലസിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. കാരണം 2014 ഒളിമ്പിക്സ് വേദിക്ക് വേണ്ടി മോടി പിടിപ്പിക്കുന്ന പ്രവർത്തികൾ അവിടെ നടന്നു വരുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ചാംഡി മാസ് എന്ന സ്ക്വയറിലാണ്. ഇവിടെയാണ് ഫ്രാൻസിലെ വേൾഡ് ഫെയറുകൾ നടത്തിയിരുന്ന സ്ഥലം. അത്തരം എക്സ്പോകൾ 1867 1878 1889 1900 1937 നടന്നു. 1889 എക്സ്പോയോടനുബന്ധിച്ചാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈഫിൽ ടവർ നിർമ്മിച്ചത്. ഫ്രഞ്ച് വിപ്ലവാനന്തരം 1790 ജൂലൈ 14 നടന്ന ഫസ്റ്റ് ഫെഡറേഷൻ ഡേ സെലിബ്രേഷൻ നടത്തിയതും ഈ മൈതാനത്താണ്. കാണുന്നതാണ് ഈഫിൽ ടവർ. ധാരാളം ടൂറിസ്റ്റുകൾ കാണാൻ എത്തുന്ന സ്ഥലം. അടുത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാകുന്നത്. 4 കാലുകളിലാണ് ഇത് പടുത്തുയർത്തിയിട്ടുള്ളത്. അതിൽ ഒരു കാല് പോലും ഒരു ചെറിയ ഫുട്ബോൾ കോർട്ടിന്റെ വലിപ്പമുണ്ട്. അകത്തു കടക്കുന്നതിന് ടിക്കറ്റ് ഉണ്ട്. ക്യൂ നിന്നാൽ മാത്രമേ അകത്തേക്ക് കടക്കാനാകൂ. അത്രയ്ക്കുണ്ട് വിസിറ്റേഴ്സ്. ഇന്നെന്തോ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. 25,000 പേരാണ് ദിവസവും ഇവിടെ സന്ദർശിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അകത്ത് കടക്കുന്നതിന് ഓൺലൈനായും അല്ലാതെ ഇവിടെയുള്ള കൗണ്ടർ മുഖേനയും ടിക്കറ്റ് ലഭിക്കും. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. അകത്തു കടന്നാൽ ഇടതുവശത്തായി ഒരു ചെറിയ കുളവും ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ധാരാളം വൃക്ഷങ്ങൾ ഇതിന് പരിസരത്ത് വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. വച്ചുപിടിപ്പിച്ചതോ നാച്ചുറൽ ആയതോ ആണ് എന്നറിയില്ല. നല്ല പഴക്കമുള്ള വൃക്ഷങ്ങളാണ് അധികവും. ഈ ടവർ തന്നെ വളരെ പഴക്കമുള്ള ഒന്നാണല്ലോ. അതുകൊണ്ട് ഈ മരങ്ങളും അന്ന് വച്ചുപിടിപ്പിച്ചതാകാനാണ് സാധ്യത. കുളത്തിൽ ധാരാളം ജലപക്ഷികളെ കാണാൻ കഴിയുന്നുണ്ട്. താറാവ് വർഗത്തിൽപ്പെട്ടവയാണ് അവയെല്ലാം. കൂടാതെ കുളത്തിൽ വലിപ്പമുള്ള മീനുകളെയും കാണാൻ കഴിയുന്നുണ്ട്.
ഇതാണ് ഈഫിൽ ടവർ. ഇവിടെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ വന്യത മനസ്സിലാകുന്നത്. ഇത് പച്ചിരുമ്പിൽ തീർത്ത ഒരു അത്ഭുത നിർമ്മിതിയാണ്. 1889 വേൾഡ് ഫെയറിനോടനുബന്ധിച്ച് പണിതീർത്തതാണ് ഈ ടവർ. 330 മീറ്ററാണ് ഇതിൻ്റെ ഉയരം, അതായത് 10,834 അടി. ഇത് പാരീസിലെ ഏറ്റവും ഉയർന്ന നിർമ്മിതിയാണ്. ഇത് ഉയർത്തിയിരിക്കുന്നത് 4 കാലുകളിലാണ്. ഓരോ കാലിനും 125 മീറ്റർ നീളവും 125 മീറ്റർ വീതിയുമുണ്ട്. ഒരു ഫുട്ബോൾ കോർട്ടിന്റെ വലിപ്പം വരും ഓരോ കാലിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെയും സൈസ്. 3 നിലകളായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കാലുകളിലൂടെയാണ് മുകളിലേക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനുമുള്ള ലിഫ്റ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ സ്റ്റെപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നിർമ്മിതിക്കായി ഒരു ബോൾട്ടോ നട്ടോ ഉപയോഗിച്ചിട്ടില്ല. മുഴുവൻ റിവറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ നേരം ക്യൂ നിന്നാൽ മാത്രമേ ഇതിലെ ലിഫ്റ്റിലേക്ക് കയറാൻ കഴിയൂ. മണിക്കൂറുകൾ കാത്തു നിൽക്കണം. അതിനിടയിൽ വിരസത അകറ്റാനായി ഇവിടെ നിൽക്കുന്ന വിനോദസഞ്ചാരികളുടെ മനോഭാവമാണ് ഈ കാണുന്നത്. ഇതിലെ ഭാഷാ വൈവിധ്യം തന്നെ ഇവിടെ എത്തുന്ന ദേശക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. ലിഫ്റ്റ് കൂടാതെ മുകളിലേക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും സ്റ്റെപ്പുകളുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നതിന് 300 സ്റ്റെപ്പുകളും ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുന്നതിന് 600 പടികളുമാണുള്ളത്. 2ാം നിലയിൽ നിന്ന് 3ാം നിലയിലേക്ക് കയറാൻ ലിഫ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിഫ്റ്റുകൾ ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. 2 നിലയുള്ള ലിഫ്റ്റ്. 2 നിലയിലും ആളുകളെ കയറാനും ഇറങ്ങാനും പാകത്തിലാണ് ഫ്ലോറുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത്തരം ലിഫ്റ്റുകൾ 4 കാലുകളിലുമുണ്ട്. നമുക്കിഷ്ടമുള്ള ലിഫ്റ്റിലൂടെ കയറാം. ക്യൂ നിൽക്കണമെന്ന് മാത്രം. അകത്തു കടന്നാലും ടവറിന് മുകളിലേക്ക് പോകുന്നതിന് ടിക്കറ്റ് എടുക്കണം. നമ്മൾ നിൽക്കുന്ന ക്യൂ ലിഫ്റ്റിന് അടുത്തെത്തുമ്പോഴാണ് ആ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ക്യൂ നിന്ന് കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുത്താൽ ലിഫ്റ്റിൽ കയറാം. ഓൺലൈൻ ടിക്കറ്റുകാർക്ക് വേറെ ക്യൂ ആണുള്ളത്. ആ ക്യൂ ആണ് ലിഫ്റ്റിന്റെ 1ാം നിലയിലെത്തുന്നത്. മറ്റേ ക്യൂ അടുത്ത നിലയിലും എത്തും. സ്റ്റെപ്പ് വഴി കയറുന്നതിന് ടിക്കറ്റ് ആവശ്യമില്ല. കണ്ടോ, ഇങ്ങനെയാണ് 2 നിലകളുള്ള ലിഫ്റ്റ് വന്നു നിൽക്കുന്നത്. നമ്മൾ മുകൾ നിലയിലാണ് കയറാൻ പോകുന്നത്. വലിയ തിരക്കാണ്. പരമാവധി ആളുകളെ കയറ്റി ലിഫ്റ്റ് ഉയരും. നല്ല സ്പീഡിലാണ് ലിഫ്റ്റ് പ്രവർത്തിക്കുന്നത്. വശങ്ങളിൽ ഗ്ലാസ് ആയതിനാൽ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. പക്ഷെ തിരക്കു കാരണം ദൃശ്യം പകർത്തൽ വലിയ ശ്രമകരമായ ഒരു ഏർപ്പാടാണ്. ലെവൽ 2 വരെയാണ് നമ്മൾ കയറാൻ തീരുമാനിച്ചിട്ടുള്ളത്. വളരെ വേഗം തന്നെ ലെവൽ 2-ലെത്തും. ഇപ്പോഴുള്ളത് പുതിയ കാലത്തെ ലിഫ്റ്റുകളാണ്. ഈ ടവർ നിർമ്മിച്ച ശേഷം പല തവണ ഈ ലിഫ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. പഴയ കാലത്തെ ലിഫ്റ്റുകൾ 8-10 മിനിറ്റ് കൊണ്ടാണ് ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ പുതിയ കാലത്തെ ഈ ലിഫ്റ്റ് 2 മിനിറ്റ് കൊണ്ട് ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് എത്തും. ഞങ്ങൾ ലെവൽ 2-ലെത്തി.
ഇവിടെ വരെയാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് ഉള്ളത്. ഇനി ഏറ്റവും മുകളിൽ പോകാൻ മറ്റൊരു ലിഫ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതിൽ കയറാൻ വീണ്ടും ടിക്കറ്റ് എടുക്കണം. ഇതിലും മുകളിൽ പോകേണ്ട കാര്യമില്ല. ഇവിടെ നിന്നാൽ തന്നെ പാരീസ് പട്ടണവും അതിന് ചുറ്റിലുമുള്ള പ്രാന്തപ്രദേശങ്ങളും നന്നായി കാണാൻ കഴിയും. നല്ല തണുപ്പും കാറ്റുമുണ്ട് ഇവിടെ. കണ്ടോ, ഇതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന പാരീസ് പട്ടണം. ഇവിടെ നിന്നാൽ പാരീസിലെ എല്ലാ ഐക്കോണിക് അട്രാക്ഷനുകളും കാണാൻ കഴിയും. സീൻ നദിയും കൊട്ടാരങ്ങളും ഉദ്യാനങ്ങളും തുടങ്ങി റോഡും വാഹനങ്ങളും വരെ എല്ലാം. ആ കാണുന്ന സ്വർണ്ണ ഗോപുരമുള്ള കെട്ടിടമാണ് ഡസ് ഇൻവാലിഡ്സ്. അവിടെയാണ് നെപ്പോളിയൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമ്മൾ ലൂയിസ് 16 കഥ പറഞ്ഞു. എന്നാൽ ഫ്രാൻസിനെ കുറിച്ച് പറയുമ്പോൾ നെപ്പോളിയനെ കുറിച്ച് കൂടെ പറയാതെ ആ കഥ പൂർത്തിയാക്കാൻ കഴിയില്ല. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം ആ കഥ കേൾക്കാം. ഫ്രാൻസിന്റെ തലവര മാറ്റിയ ആ വ്യക്തിയുടെ കഥ. നെപ്പോളിയൻ ബോണപ്പാർട്ട്, അതാണ് നെപ്പോളിയന്റെ പൂർണ്ണമായ അറിയപ്പെടുന്ന പേര്. 1764 ആഗസ്റ്റ് 15 ഇറ്റലിയിലെ ഒരു റിപ്പബ്ലിക്കായ ജനോവ എന്ന സ്ഥലത്താണ് നെപ്പോളിയൻ ജനിച്ചത്. അച്ഛനമ്മമാരുടെ 4ാമത്തെ കുട്ടി. നെപ്പോളിയന് 9 വയസ്സുള്ളപ്പോൾ കുടുംബം ഫ്രാൻസിലേക്ക് കുടിയേറി. 10ാം വയസ്സിൽ സൈനിക സ്കൂളിൽ സ്കോളർഷിപ്പോട് പഠനത്തിന് ചേർന്നു. 1784 5 വർഷത്തെ പഠനം പൂർത്തിയാക്കി. 1785 ആർട്ടിലറി ഓഫീസറായി ഫ്രഞ്ച് സൈന്യത്തിൽ ചേർന്നു. 1792 ക്യാപ്റ്റനായി. ഇതേ സമയം തന്നെ ഫ്രഞ്ച് ഭാഷ പഠിക്കുകയും നന്നായി ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നേടുകയും ചെയ്തു. പഠനകാലത്ത് കലാകായിക രംഗത്തും കഴിവ് തെളിയിച്ചു നെപ്പോളിയൻ. സ്നോബോൾ കളിയിൽ തന്റെ സീനിയേഴ്സിനെ പോലും തോൽപ്പിച്ച് തന്റെ ലീഡർഷിപ്പ് എബിലിറ്റി തെളിയിച്ചിട്ടുണ്ട് നെപ്പോളിയൻ. ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു നെപ്പോളിയൻ. സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നായകനാവുകയും രാജാവിനെതിരെയുള്ള യുദ്ധത്തിന് നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. 1789 മുതൽ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ലൂയി 14 നിഷ്കാസിതനാവുകയും 1792 ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. തുടർന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരായിരുന്നു. ഇതിൽ ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ ഫസ്റ്റ് കൗൺസിലറായി 1804 മുതൽ 1814 വരെയും വീണ്ടും 1815 നെപ്പോളിയൻ ഫ്രാൻസിന്റെ എംപററും മിലിറ്ററി കമാൻഡന്റുമായി മാറുകയും ചെയ്തു. നെപ്പോളിയന്റെ ഭരണകാലത്താണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന വികസനങ്ങളിൽ ബഹുഭൂരിപക്ഷവും നടന്നത്. അദ്ദേഹം ഫ്രാൻസിന്റെ റിഫോർമേഷനിൽ വലിയ പങ്കുവഹിച്ച ഒരു ഭരണാധികാരിയായിരുന്നു. ഫ്രാൻസിലെ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചത് നെപ്പോളിയനാണ്. അതിൽ എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയ മാറ്റങ്ങളാണ്. നെപ്പോളിയൻ ഒരു വലിയ യുദ്ധതന്ത്രജ്ഞൻ കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്പ് മുഴുവൻ പിടിച്ചടക്കി ഫ്രാൻസിന് കീഴിലാക്കാൻ നെപ്പോളിയൻ ശ്രമിച്ചിരുന്നു. അത് ഏറെക്കുറെ വിജയം കണ്ടതുമാണ്.
നെപ്പോളിയനിക് വാർ എന്നൊരു പഠന വിഷയം തന്നെ പിന്നീടുണ്ടായി. ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളുടെയും മിലിറ്ററി സ്കൂളുകളുടെ ഒരു സിലബസായി കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നെപ്പോളിയന്റെ തലവര മാറ്റിയത് 1815 വാട്ടർലൂ യുദ്ധത്തോടെയാണ്. നമ്മുടെ രാഷ്ട്രീയക്കാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് വാട്ടർലൂ. എന്താണ് വാട്ടർലൂ? ഇന്നത്തെ ബെൽജിയത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു വാട്ടർലൂ. അന്ന് ആ രാജ്യം യുണൈറ്റഡ് കിങ്ഡം ഓഫ് നെതർലാൻഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് നെപ്പോളിയന്റെ യുദ്ധവിജയങ്ങളെ ചെറുക്കാൻ ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള സഖ്യരാഷ്ട്രങ്ങളിൽ ഒരു അംഗമായിരുന്നു നെതർലാൻഡ്. നെപ്പോളിയൻ പല രാജ്യങ്ങളെയും കോളനികളാക്കി. നെതർലാൻഡിലെത്തി വാട്ടർലൂ എന്ന സ്ഥലത്ത് വെച്ച് സഖ്യസേനയുമായി ഉണ്ടായ യുദ്ധത്തിൽ ആദ്യമായി നെപ്പോളിയൻ തോറ്റു. 1815 ജൂൺ 18 ഞായറാഴ്ച നെപ്പോളിയന്റെ ജീവിതത്തിലെ ഒരു കറുത്ത ദിനമായിരുന്നു അന്ന്. ആ യുദ്ധം നെപ്പോളിയന്റെ അവസാന യുദ്ധവുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ എതിരാളികൾ വിജയിക്കില്ല എന്നും ഇനി ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്നുമുള്ള അർത്ഥത്തിൽ വാട്ടർലൂ ഉപയോഗിക്കുന്നത്. 1815 ജൂൺ 18 വാട്ടർലൂ തോൽവിക്ക് ശേഷം നെപ്പോളിയൻ തിരികെ പാരീസിലേക്ക് മടങ്ങി. തിരികെ പാരീസിലെത്തിയ നെപ്പോളിയന് ഒരു കാര്യം മനസ്സിലായി. ഫ്രാൻസിലെ ജനങ്ങളും ലെജിസ്ലേച്ചറും തനിക്കെതിരായി എന്നും ഫ്രാൻസിലെ ജനങ്ങൾ തൻ്റെ നേതൃത്വത്തിൽ ലൂയി 16 കാണിച്ച അതേ നിലപാട് തന്നോട് കാണിക്കുമെന്നും ബോധ്യമായി. ജൂൺ 25 നെപ്പോളിയൻ തൻ്റെ കുറച്ച് അനുചരന്മാരുമായി ഒരു കപ്പലിൽ പാരീസ് വിട്ടു. USA അഭയം പ്രാപിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത് നടന്നില്ല. അതേസമയം ഫ്രാൻസിലെ പ്രൊവിഷണൽ ഗവൺമെന്റ് ബ്രിട്ടീഷിന്റെ നേതൃത്വത്തിലുള്ള കോയലേഷനുമായി ഒരു ധാരണയുണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ ധാരണയ്ക്ക് തയ്യാറായില്ല. മാത്രമല്ല, നെപ്പോളിയനും അയാളുടെ കപ്പൽ പടയാളികളും അടക്കമുള്ളവർ റോയൽ നേവിക്ക് കീഴടങ്ങണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് ചെറുത്തുനിൽപ്പിന് സാധ്യമല്ലാതാവുകയും നെപ്പോളിയനും അയാളോടൊപ്പം ഉണ്ടായിരുന്ന 27 അനുചരന്മാരും ബ്രിട്ടന്റെ തടവിലാവുകയും ചെയ്തു. തടവിലാക്കപ്പെട്ടെങ്കിലും നെപ്പോളിയനെ ബ്രിട്ടന്റെ മണ്ണിൽ കാലുകുത്താൻ ബ്രിട്ടൻ അനുവദിച്ചില്ല. പകരം ബ്രിട്ടന്റെ കോളനിയായിരുന്ന സൗത്ത് അറ്റ്ലാന്റിക്കിലെ ഒരു ഐലൻഡായ സെയിന്റ് ഹെലീന എന്ന ദ്വീപിൽ തടങ്കലിലാക്കി. സെയിന്റ് ഹെലീന ഒരു വോൾക്കാനിക് ഐലൻഡ് ആയിരുന്നു. അവിടുത്തെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു തടി കെട്ടിടത്തിലാണ് നെപ്പോളിയനെ തടവിൽ പാർപ്പിച്ചിരുന്നത്. തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നെപ്പോളിയനെ വധിക്കാതെ മരണം വരെ അവിടെ കഴിയാൻ അനുവദിച്ചു. 1821 മാർച്ച് മാസമായപ്പോൾ നെപ്പോളിയന്റെ ആരോഗ്യനില മോശമായി തുടങ്ങി. തുടർന്ന് ഏപ്രിലിൽ നെപ്പോളിയൻ 2 വില്ലുകൾ എഴുതി തയ്യാറാക്കി. ഒന്നിൽ ബ്രിട്ടൻ അയാളെ കൊല്ലുമെന്നും മരിച്ചാൽ സെയിൻ നദിയിൽ നിമജ്ജനം ചെയ്യണമെന്നുമുള്ളതായിരുന്നു ഒന്ന്. മറ്റൊന്നിൽ മകനെ ഫ്രാൻസിന്റെ അനന്തരാവകാശിയാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. മെയ് മാസമായപ്പോഴേക്കും നെപ്പോളിയൻ മരണാസന്ന നിലയിലായി. 1821 മെയ് 3 മതപരമായ കൂദാശ ചെയ്യുകയും ചെയ്തു. മെയ് 5 51 വയസ്സിൽ നെപ്പോളിയൻ മരണപ്പെട്ടു. നെപ്പോളിയന്റെ മരണകാരണത്തെക്കുറിച്ചും പല കഥകളുണ്ട്. ഔദ്യോഗിക ഭാഷ്യം സ്റ്റൊമക്കിലുണ്ടായ ഇന്റേണൽ ബ്ലീഡിംഗ് കാരണമാണ് മരണം എന്നതാണ്. ഈ വാദത്തിന് ബലമേകാൻ പറയുന്നത് ബ്രിട്ടന്റെ ഓട്ടോപ്സി റിപ്പോർട്ടും കൂടാതെ നെപ്പോളിയന്റെ കുടുംബത്തിലെ മറ്റു പലരുടെയും മരണത്തിന് കാരണവും ഇതുതന്നെയായിരുന്നു എന്നുള്ളതുമാണ്. മറ്റൊരു വാദം നെപ്പോളിയനെ സ്ലോ പോയിസൺ നൽകി കൊലപ്പെടുത്തി എന്നതാണ്. നെപ്പോളിയന്റെ മുടി പരിശോധിച്ചതിൽ ആഴ്സനിക് എന്ന വിഷത്തിന്റെ അംശം കൂടുതലായി ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ആഴ്സനിക് എന്ന വിഷം ഭക്ഷണത്തിൽ ചേർത്ത് വർഷങ്ങൾ നൽകിയാണ് നെപ്പോളിയനെ കൊന്നതെന്നും വാദിക്കുന്നവരുണ്ട്.
എന്നാൽ അത് തെറ്റാണെന്ന് നെപ്പോളിയന്റെ കുടുംബത്തിലെ മറ്റു പലരുടെയും മുടിയിൽ ആഴ്സനിക്കിന്റെ അളവ് കൂടുതലായി ഉണ്ടായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഹെയർ ക്രീമുകളിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ ആഴ്സനിക് ഉള്ളതായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ അടുത്ത കാലത്ത് 2021 ഒരു സ്റ്റഡിയിൽ നെപ്പോളിയൻ മരിച്ചത് സ്റ്റൊമക് ക്യാൻസർ മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നെപ്പോളിയൻ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു ജോസ്ഫൈൻ, 1796 ആയിരുന്നു ആ വിവാഹം. ഇതിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന് മാരി ലൂയിസ്, ഇതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. 21-ാം വയസ്സിൽ ക്ഷയരോഗം കാരണം മരണപ്പെട്ടു. ഇത് കൂടാതെ നെപ്പോളിയൻ തന്റെ കുടുംബത്തിൽ നിന്നും 2 കുട്ടികളെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. ഇത് കൂടാതെ നെപ്പോളിയൻ ഒരു ഇല്ലീഗൽ സന്തതി കൂടെ ഉണ്ടായിരുന്നു. അയാളുടെ പിതൃത്വം DNA ടെസ്റ്റ് വഴി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അലക്സാണ്ടർ കൊളോണ വെയിൽ വിസ്കി, അതായിരുന്നു അയാളുടെ പേര്. പിന്നീട് പൊളിറ്റീഷ്യനും ഡിപ്ലോമാറ്റുമൊക്കെ ആയി അയാൾ അറിയപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ടവറിനെ കുറിച്ച് പറയാം. ഈ 2-ാം നിലയിൽ 2 തട്ടുകളാണുള്ളത്. ഇതിൽ താഴത്തെ തട്ടിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. 3-ാം നിലയിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റ് കാർഡുകളോ കത്തുകളോ ആർക്ക് വേണമെങ്കിലും അയക്കാൻ കഴിയും. ഈ കാണുന്ന ഈ വലിയ വീലാണ് ലിഫ്റ്റുകളുടെ മുകളിലേക്ക് കയറ്റുന്നതും താഴേക്ക് ഇറക്കുന്നതും. അതുപോലെ തന്നെ ഈ കാണുന്ന ഉരുക്ക് വടങ്ങളും അതിനുപയോഗിക്കുന്നു. വളരെ സങ്കീർണമായിരുന്നു ടവറിന്റെ നിർമ്മാണം. ഇത് നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇതിന്റെ ബലത്തെക്കുറിച്ച് ധാരാളം സംശയങ്ങളുണ്ടായി. എന്നാൽ ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരുന്ന എഞ്ചിനീയറിംഗ് കമ്പനി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. സർക്കാരിന്റെ പിന്തുണയും ലഭിച്ചു. എന്നാൽ നിർമ്മാണ ചെലവായി കണക്കാക്കിയിരുന്ന 6.5 മില്യൺ ഫ്രാൻസ്, അതായിരുന്നു അന്ന് ഫ്രാൻസിന്റെ നാണയം, മുഴുവൻ നൽകാൻ അതോറിറ്റിക്ക് കഴിയുമായിരുന്നില്ല. അവർ 1.5 മില്യൺ ഫ്രാൻസ് നൽകാമെന്ന് സമ്മതിച്ചു. ബാക്കി തുക നിർമ്മാണ കമ്പനി തന്നെ കണ്ടെത്തി നിർമ്മാണം പൂർത്തിയാക്കാനും അതിനായി എക്സ്പോ സമയത്തും തുടർന്നുള്ള 20 വർഷത്തേക്കും ഇത് കാണാനെത്തുന്നവരിൽ നിന്ന് ഫീസ് ഈടാക്കുന്നതിനും സമ്മതിച്ചുകൊണ്ടുള്ള കരാർ ഒപ്പിട്ടു. ഇനി തിരികെ താഴേക്ക് പോവുകയാണ്. വളരെ വേഗത്തിലാണ് സഞ്ചാരം. ഇവിടെ നിന്നാൽ ലിഫ്റ്റ് വെല്ലും പിന്നെ പുറം കാഴ്ചകളുമൊക്കെ കാണാൻ പറ്റും. ഇതിന്റെ നിർമ്മാണം കൂടുതൽ സങ്കീർണമാക്കിയത് ഇതിന്റെ 2 കാലുകൾ സെയിൻ നദിയുടെ തീരങ്ങളിലാണ് എന്നുള്ളതായിരുന്നു. ആ 2 കാലുകൾ ഉറപ്പിക്കുന്നതിന് ആഴത്തിലുള്ള പൈലുകൾ വേണ്ടി വന്നു. 22 മീറ്റർ ആഴത്തിലാണ് പൈലുകൾ വേണ്ടി വന്നത്. ഇപ്പോൾ ലിഫ്റ്റ് 1-ാം നിലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ലിഫ്റ്റ് നിർത്തി. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്നില്ല. ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇതിന്റെ നിർമ്മാണത്തിനായി വേണ്ടി വന്നത് 1700 ജനറൽ ഡ്രോയിങ്ങുകളും 3629 ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങുകളുമായിരുന്നു. ഇത് ഇരുമ്പിൽ തീർത്ത നിർമ്മിതിയാണെന്ന് പറഞ്ഞല്ലോ. ഇത്രയും ഉയരത്തിൽ ഇരുമ്പ് ഘടകങ്ങൾ കയറ്റാൻ അന്ന് പരിമിതമായ സംവിധാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് തരണം ചെയ്യാൻ ഇത് ചെറിയ ചെറിയ ഭാഗങ്ങളായി നിർമ്മിച്ച് അവ റിവറ്റ് ചെയ്ത് യോജിപ്പിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ഡിസൈൻ ചെയ്തിരുന്നത്. അതായത് 18,038 വ്യത്യസ്തങ്ങളായ പാർട്ടുകൾ 2.5 മില്യൺ റിവറ്റ് ഉപയോഗിച്ച് ചേർത്ത് വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. ബാക്കി ഹോളിടലും മുറിക്കലും ഒക്കെ നടത്തിയത് ഫാക്ടറിയിൽ വെച്ചാണ്. എന്തെങ്കിലും വ്യത്യാസം പീസുകളിൽ കണ്ടാൽ അത് തിരികെ ഫാക്ടറിയിൽ അയച്ച് കറക്റ്റ് ചെയ്ത് തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത്. അല്ലാതെ ഇവിടെ വെച്ച് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. 7300 ടൺ ഇരുമ്പാണ് ഇതിനായി വേണ്ടി വന്നത്.
ഫൗണ്ടേഷനും ലിഫ്റ്റുകളും അടക്കം ഇതിൻ്റെ ഭാരം 10,100 ടണ്ണാണ്. ഇതിൻ്റെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പച്ചിരുമ്പിൽ ഉണ്ടാക്കിയത്. അത് കാരണം കൊറോഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് തരണം ചെയ്യാൻ 7 വർഷത്തിലൊരിക്കൽ ഇത് പെയിന്റ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യം പെയിന്റ് ചെയ്യുന്നതിനും 600 ടൺ പെയിന്റാണ് വേണ്ടി വരുന്നത്. ഇത് നിർമ്മിക്കുന്ന സമയത്ത് ഇതായിരുന്നു ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള നിർമ്മിതി. 1930-ൽ അമേരിക്കയിലെ മാൻഹാട്ടനിൽ ക്രിസ്ലർ ബിൽഡിംഗ് നിർമ്മിക്കുന്നത് വരെ ഉയരത്തിന്റെ കാര്യത്തിൽ ഈഫൽ ടവർ 1-ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ 1957-ൽ ഈഫൽ ടവറിന്റെ മുകളിൽ റേഡിയോ ട്രാൻസ്മിഷൻ ഏരിയയിൽ പണിതതോടെ ഇത് വീണ്ടും 1-ാമതായി. ഇപ്പോൾ ഇതിനേക്കാൾ ഉയരമുള്ള ധാരാളം നിർമ്മിതികൾ ലോകത്തുണ്ട്. എക്സ്പോ കഴിഞ്ഞാൽ ഇത് പൊളിച്ചു നീക്കാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ കരാർ പ്രകാരം 20 വർഷം കൂടെ ഇത് നിലനിർത്താൻ തീരുമാനിച്ചു. 20 വർഷം കഴിഞ്ഞ് 1909-ൽ ഇത് ഡിസ്മാൻഡിൽ ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയം ഇതിൻ്റെ ഓണർഷിപ്പ് സിറ്റി ഓഫ് പാരീസിനായി. എന്നാൽ ഇതിനകം ഇത് ധാരാളം ആളുകളെ ഇവിടേക്ക് എത്തിക്കുകയും ഇത് അതോറിറ്റിക്ക് ഒരു വരുമാന മാർഗമാകുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ അതോറിറ്റി ഇത് നിലനിർത്താൻ തീരുമാനിച്ചു. മാത്രമല്ല 20-ാം നൂറ്റാണ്ടോടുകൂടി റേഡിയോ ടെലിഗ്രാഫി വ്യാപകമാവുകയും ഇത്തരം ടവറുകൾ ആവശ്യമായി വരികയും ചെയ്തു. ഇപ്പോൾ ഇതിൽ കയറിയവരുടെ കണക്ക് 300 മില്യൺ കഴിഞ്ഞു. ശരാശരി 25,000 പേരാണ് ദിവസവും ഇവിടെ സന്ദർശിക്കുന്നത്. ഈഫിലൊക്കെ കണ്ട് തിരികെ പോവുകയാണ്. അതിനിടയിലാണ് ഈ കാഴ്ച. ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻ്റാണ് ഈ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ സിറ്റി ഇത്ര ക്ലീനായി നിലനിൽക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ആളുകളുടെ ശീലങ്ങളും ഇതിൽ പ്രധാനമാണ്. ഇവിടെ യാത്ര ചെയ്യാൻ വളരെ എളുപ്പമാണ്. ധാരാളം ട്രാം സർവീസും മെട്രോ സർവീസും ഒക്കെ ഉണ്ട്. എവിടെ വേണമെങ്കിലും ഇത്തരം പബ്ലിക് സർവീസിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഇപ്പോൾ വൈകുന്നേരമായി. ഇവിടെ സാധാരണ 6 മണിയോടുകൂടി ഡിന്നർ ആരംഭിക്കും. തണുപ്പ് രാജ്യങ്ങൾ അങ്ങനെയാണ്, നേരത്തെ ഉറങ്ങും. ഞങ്ങൾക്ക് ഡിന്നർ അറേഞ്ച് ചെയ്തിരുന്ന ഹോട്ടലിലെത്തി. ഹോട്ടൽ മുംബൈ ലോഞ്ച്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് ഇത്. എങ്കിലും ഇന്നത്തെ ഭക്ഷണം ഇവിടുത്തെ ലോക്കൽ ഫുഡാണ്. ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണ്. വൈകുന്നേരമായാൽ ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലം. റോഡ് വക്കിലുള്ള കസേരകളിൽ ഇരുന്ന് ബിയറും ഹോട്ട് ഡ്രിങ്ക്സും ഒക്കെ കഴിച്ച് ചില്ലാകുന്ന സമയം. ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ഇത് രാത്രിയാവോളം നീളും. ഇനി ഡിന്നറൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോകും. ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസമുണ്ട്. ബുധനും ശനിയും രാത്രി 7 മണിക്ക്. അടുത്ത എപ്പിസോഡ് വരെയും ഗുഡ് ബൈ.